ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ്. ഇന്ന് രാവിലെ പഴം വാങ്ങിയിട്ട് വന്നതാട്ടോ. മോനെ കടയിലിട്ട് പഴം വാങ്ങിച്ചതാണ്. അപ്പോൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പുട്ടും പഴമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ മുകളിലേക്ക് വന്നതാട്ടോ. അപ്പോൾ ഇതുണ്ടോ, കോവയ്ക്ക ഉണ്ടായി കിടക്കുന്ന കണ്ടിട്ട് ഞാനത് പറിക്കാൻ പോയതാണ്. അപ്പോൾ അതുമ്പോൾ ഒരു വണ്ട് പോലത്തെ ഒരു പ്രാണി ഇരിക്കണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചത്തിരിക്കണേന്ന് വിചാരിച്ച് മുട്ടിക്കളഞ്ഞപ്പോൾ അതിന് ജീവനുണ്ട്. അത് ഉറങ്ങുകയാണോ എന്നറിയില്ല. അതിന് ഞാൻ മുട്ടി കളഞ്ഞിട്ട് അത് പോകണമില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്, അതിന് ജീവനും ഉണ്ട്. പിന്നെ കോവയ്ക്കൊക്കെ ഉണ്ടായതൊക്കെ പറിച്ചെടുത്തു കേട്ടോ. ഇപ്പോൾ 3 ടൈപ്പ് കോവയ്ക്കുണ്ട്. അതിൽ 2 ടൈപ്പാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ പച്ചപ്പിൻ്റെ ഇടയിൽ കിടക്കും, നമ്മൾ കാണൂല. പിന്നെ നോക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞത് ചുമന്ന് കിടക്കുമ്പോഴാണ് അയ്യോടാ അവിടെ കോവയ്ക്ക ഉണ്ടായിരുന്നു എന്ന് കാണുന്നേട്ടാ. ഈ പച്ചപ്പ് നല്ല പച്ച കളർ തന്നെ കോവയ്ക്ക്. ഇത് കിളിഞ്ഞാവൽ എന്ന് പറയുന്ന ഒരു മരം ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഈ കിളികളൊക്കെ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഞാവൽപ്പഴം ആണ് അതിലുണ്ടാവണേ. ഞാവൽപ്പഴം അല്ല, കുഞ്ഞു കുഞ്ഞു കായ്കൾ. അതിൻ്റെ പേര് കിളിഞ്ഞാവൽ എന്നാണ്. പിന്നെ മൽബറിയൊക്കെ പൂത്ത് കുഞ്ഞു കുഞ്ഞു കായ്കളൊക്കെ അതിലും ഉണ്ടായിട്ടുണ്ട്. ഈ ടെറസിന് മുകളിൽ ചീരച്ചേമ്പ് നട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് നേരത്തെ കണ്ട ചേമ്പ്. നമ്മളത് തോരൻ വയ്ക്കണത്. ഇതൊരു തരം പയറാണ്. ഇത് നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴാണ് ഇതിൽ കായ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. കുറേ ദിവസമായല്ലോ നല്ല വെയിലൊക്കെ വന്നിട്ട്. അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് നടാനും എടുക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ മുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അതൊക്കെ ചെയ്തിട്ട് പിന്നെ കിട്ടിയതൊക്കെ പറിച്ച് താഴെ വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയത്. അതൊക്കെ മാറ്റി വെച്ചു. ഇനി ഇതുപോലെ കുറച്ചും കൂടി കോവയ്ക്കൊക്കെ ആണെങ്കിലും വെണ്ടയ്ക്കൊക്കെ ആണെങ്കിലും ഓരോ ഇതിലാക്കി ഞാൻ വച്ചേക്കും. അപ്പോൾ പിന്നെ കിട്ടണതും അതിൻ്റെ കൂടെ വച്ചേക്കും. അങ്ങനെ കുറേ ആവുമ്പോൾ നമുക്കൊരു കറിക്കുള്ളതാവുമ്പോൾ എടുത്ത് തോരൻ വയ്ക്കും. അങ്ങനെയാണ് ഇന്നിപ്പോൾ കറി വയ്ക്കാൻ കിട്ടിയേക്കണത്. ചൂര എന്ന് പറയുന്ന മീനിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളാട്ടോ. അപ്പോൾ അത് ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ അരച്ച മസാല ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അത് കുറച്ചുകൂടി ഉണ്ടായി. അപ്പോൾ അത് വെച്ചിട്ടാണ് കറി വയ്ക്കാൻ പോണത്. അപ്പോൾ ഈ കറി ഇങ്ങനെ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മസാലയിൽ നമ്മൾ പുളിയും എല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള മസാല ഞാൻ ഇതിന് കുറേ നാൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്ന് ഉണ്ടാക്കിയ അതേ മസാല തന്നെയാണ്, തീർന്നിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അത് വറ്റിക്കാനായിട്ട് കറി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അച്ചിങ്ങ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ അത് ഒടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ എളുപ്പമായി. അപ്പോൾ പിന്നെ അത് വെള്ളത്തിലിട്ടതാട്ടോ. നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ആ വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയാണെന്ന് പറഞ്ഞിട്ട് അന്ന് അച്ചിങ്ങ കാണിച്ചപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് കമൻറ്റ് ഇട്ടു. അവർ അച്ചിങ്ങ എന്ന് പറയണത് അച്ചിങ്ങ വലുതായിട്ടാണ് തേങ്ങ ആവണേന്ന്, അതായത് തേങ്ങയുടെ കൊച്ചു കായ്കളെയാണ് അച്ചിങ്ങ എന്ന് പറയണേന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിട്ട്. അപ്പോൾ എനിക്കത് നല്ല കൗതുകമായിട്ട് തോന്നി. കാരണം ഞങ്ങളിവിടെ തേങ്ങയുടെ കുഞ്ഞ് തേങ്ങകളെ പറയണത് മച്ചിങ്ങ എന്നാട്ടോ, മാ വെച്ചിട്ടാണ് പറയണത്. പിന്നെ ചിലർ കൊച്ചങ്ങ എന്ന് പറയും, ചിലർ വെള്ളയ്ക്ക എന്ന് പറയും. അങ്ങനെ പല നാട്ടിലും പല പേരാണ്. അപ്പോൾ അങ്ങനെ കൗതുകമല്ലേ ഇങ്ങനെ പുതിയ പുതിയ വാക്കുകൾ, ഓരോ പ്രാദേശികമായിട്ടുള്ള ഭാഷകളൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഇനി ഞാൻ പറയണ വേർഡ്സ് വേറെ ഏതെങ്കിലും ഒക്കെ ഞാൻ പറയണത് നിങ്ങളുടെ നാട്ടിൽ വേറെയാണ് പറയണമെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ അറിയാൻ. പിന്നെ മീൻകറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് വറ്റിച്ച് തന്നെ എടുത്തതാണ്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂണൊന്നും വെച്ച് ഇളക്കാതെ ഈ ചട്ടി തന്നെ ഒന്ന് ചുറ്റിച്ച് വച്ചിരുന്നാൽ നല്ല മീൻ കറിയാണ്. അപ്പോൾ ഈ മീൻ കറി ഇന്നിരുന്നിട്ട് നാളെ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ അച്ചിങ്ങ അതും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായല്ലോ, അത് ഫ്രൈ ചെയ്യാനായിട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിലർ അച്ചിങ്ങനെ പയറെന്നും പറയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പയറെന്ന് പറയണത് നല്ല വിളഞ്ഞ അച്ചിങ്ങയുടെ അകത്തിരിക്കുന്ന പയറിനെയാണ് പയറെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് ഉണങ്ങിയ പയർ വാങ്ങുമല്ലോ, അതും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉള്ളത് ഉണക്കിയത്. അപ്പോൾ അത് ഉണങ്ങിയത് അതിനെയും പയറെന്ന് പറയും, ഇതിനെ പച്ചപ്പയറെന്നും പറയും. അങ്ങനെയാണ് ഇവിടെയൊക്കെ പറയണത്. അങ്ങനെ പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്തു ഊണൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ വൈകുന്നേരം ആയപ്പോൾ കട്ട്ലറ്റ് വാങ്ങിയിട്ട് വന്നു. പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായി, അപ്പോൾ കട്ട്ലറ്റ് വാങ്ങിയിട്ട് വന്നുണ്ട്. ചായയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.